Now, ഇനി നമുക്ക് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സി ഇത് it takes a heat from the high temperature source, produces work and rejects the rest of heat to the low temperature sink. അപ്പോൾ ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ, റൈറ്റ്? ഇങ്ങനെയാണ് ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. there is a high temperature source and low temperature sink. അപ്പോൾ നിങ്ങൾക്കിത് ശരിക്കും നമുക്കൊരു ചെയ്യാൻ പറ്റുന്നത് ഒരു സ്റ്റീം പവർ പ്ലാന്റ്. ഇതൊരു ഹീറ്റ് എഞ്ചിൻ, നമ്മുടെ ഓട്ടോമൊബൈലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹീറ്റ് എഞ്ചിൻ. നമുക്കൊരു അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം ഹീറ്റ് എഞ്ചിനായിട്ട്. ദാറ്റ് മീൻസ് ഇതൊരു ഫ്യൂവൽ കത്തിച്ച് നിങ്ങളൊരു ഹീറ്റ് എടുക്കുന്നുണ്ട്. ദർ ഈസ് നോ പ്രോപ്പർ സോഴ്സ് ദർ, ബട്ട് അതിനൊരു ഹീറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത്. എന്നിട്ട് ഈ ഹീറ്റ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റീം പവർ പ്ലാന്റിലും ഇതുപോലെ നമ്മൾ കോൾ കത്തിച്ചൊരു ഫർണസിൽ അതിൽ നിന്നാണ് ഹീറ്റ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലേക്കിലേക്കായിരിക്കും. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് വർക്ക് നമ്മൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഈ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് എനർജി കൺസേർവ്ഡ് ആണ്. ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട്. ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട്. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ക്യൂ ഇൻ. അപ്പോൾ ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി കമ്മിങ് ഇൻ. ഇങ്ങനെയാണ് നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ബൈ ക്യൂ ഇൻ. ഓക്കെ, സോ ഫൈനലി ഇറ്റ് വിൽ ബിക്കം 1 minus Q out by Q in. Okay. Now, see, let us take the example of a steam power plant. So, steam power plant, നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് 4 components ഉണ്ട്. First one, let us take the boiler. ഈ ബോയിലറിലാണ് നമ്മൾ there is water. ഈ വാട്ടർ ഹീറ്റ് ചെയ്ത് സ്റ്റീം ആക്കി മാറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫർണസിൽ നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ഡീസൽ ബേൺ ചെയ്തിട്ട് നമ്മൾ ആ ഒരു എനർജി എടുക്കുന്നുണ്ട്. ആ എനർജിയാണ് നിങ്ങൾ ഈ ബോയിലറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു സ്റ്റീം. ഈ സ്റ്റീമാണ് നിങ്ങൾ ടർബൈനിലേക്ക് കടത്തിവിടുന്നത്. ഓക്കെ, ഈ സ്റ്റീം നിങ്ങൾ ടർബൈനിലേക്ക് കടത്തിവിടുമ്പോൾ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഹൈ സ്പീഡ് സ്റ്റീമാണ് കടത്തിവിടുന്നത്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ വർക്ക് ഔട്ട്പുട്ട്. നിങ്ങൾക്കൊരു വർക്ക് കിട്ടും. എന്നിട്ട് അപ്പോൾ ഈ സ്റ്റീം ഈ ടർബൈനിലൂടെ കടന്നു വിടുമ്പോൾ പകുതി അത് കണ്ടൻസ് ചെയ്ത് വാട്ടർ ആവുന്നുണ്ടാവും, കുറച്ച് സ്റ്റീം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നേരെ ഒരു കണ്ടൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കണ്ടൻസറിൽ ഈ സ്റ്റീം അതിൻ്റെ ഹീറ്റ് റിജക്റ്റ് ചെയ്തു. അതിൻ്റെ ആ വാട്ടർ ഹോട്ട് വാട്ടർ ആയിരിക്കും. ആ ഹോട്ട് വാട്ടറും ഹീറ്റ് റിജക്റ്റ് ചെയ്ത് അത് അറ്റ്മോസ്ഫിയറിലേക്കാണ് റിജക്റ്റ് ചെയ്യുന്നത്. അതൊരു എനർജി സിങ്കാണ്. എന്നിട്ട് ഈ വാട്ടർ, അപ്പോൾ ഈ സ്റ്റീം മുഴുവൻ തന്നെ വാട്ടറായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ വാട്ടർ നിങ്ങൾ വീണ്ടും പമ്പ് ചെയ്ത് വീണ്ടും ബോയിലറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് ഇത് ബോയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ച് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദിസ് ഇസ് എ പെർഫെക്റ്റ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഇതാണ് ഈ എനർജി സോഴ്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ തെർമൽ റിസർവോയർ, ഹീറ്റ് സോഴ്സ്. അതുപോലെ ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്, എനർജി സിങ്ക് ഉണ്ട്, റൈറ്റ്? സോ ഇതാണ് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഇതിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു വർക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പമ്പ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വർക്ക് ഇൻ. സോ വർക്ക് ഔട്ട് മൈനസ് വർക്ക് ഇൻ. അതുപോലെ ക്യൂ നെറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ആണ്. ഓക്കെ, നെറ്റ് ഹീറ്റ്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് നോക്കുമ്പോൾ എനർജി കൺസർവേഷൻ നോക്കുവാണെങ്കിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു നെറ്റ് ഹീറ്റ് ഇൻപുട്ട്. അതായത് വർക്ക് ഔട്ട് മൈനസ് വർക്ക് ഇൻ ഈസ് ഇക്വൽ ടു ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട്.
Okay. Now let us move to second law of thermodynamics. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാം, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എനി ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എ സൈക്കിൾ to receive heat from a single reservoir and produce a net amount of work. So what it means is that ഇങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ അല്ല. നമ്മളിപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത്, അതായത് ഒരു തെർമൽ എനർജി റിസർവോയറിൽ നിന്ന് നമ്മൾ ഹീറ്റ് എടുത്തു, Q dot H is equal to 100 kilowatt. അതുപോലെ അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ നമുക്ക് assume it is a steam power plant. It produces a net output of 100 kilowatt. അതായത് ഹീറ്റ് ഇത് റിജക്റ്റ് ചെയ്യുന്നേ ഇല്ല. QL is equal to 0. So that means it is impossible for any device that operates on a cycle. നിങ്ങൾ നോക്കുക, ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു വാട്ടർ ബോയിൽ ചെയ്ത് തിരിച്ച് അത് കണ്ടൻസ് ചെയ്ത് വീണ്ടും അതേ സ്റ്റേറ്റിലേക്ക് വരും. അതുകൊണ്ടാണ് അതൊരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഹീറ്റ് എഞ്ചിൻ്റെ അകത്ത് ഒരു വർക്കിംഗ് മീഡിയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റീം പവർ പ്ലാന്റിൽ നമ്മൾ കണ്ട വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ വാട്ടർ വീണ്ടും അതേ, അതിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ റിസീവ് ഹീറ്റ് ഫ്രം എ തെർമൽ എനർജി റിസർവോയർ ആൻഡ് പ്രൊഡ്യൂസ് എ നെറ്റ് എമൗണ്ട് ഓഫ് വർക്ക്. അതായത് ഇതിൽ നിന്ന് ഈ ഒരു, അപ്പോൾ ഇത് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ തെർമൽ റിസർവോയറിൽ നിന്നാണ് ഇത് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതായത് ഹീറ്റ് റിജക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു തെർമൽ സിങ്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ലോ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എനി ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എ സൈക്കിൾ ടു റിസീവ് ഹീറ്റ് ഫ്രം എ സിംഗിൾ റിസർവോയർ ആൻഡ് പ്രൊഡ്യൂസ് എ നെറ്റ് എമൗണ്ട് ഓഫ് വർക്ക്. അപ്പോൾ ഇങ്ങനൊരു ഡിവൈസ് പോസിബിൾ അല്ല. ഇതിൻ്റെ അകത്ത് ഈ ഡിവൈസ് ഇത് സൈക്കിളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു സൈക്കിൾ ഓപ്പറേറ്റ് ഇത് ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ഓൺലി എ സിംഗിൾ റിസർവോയർ. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് മുഴുവൻ തന്നെ അത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സെക്കൻഡ് ലോ പറയുന്നത് ദിസ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് കണ്ടു. അപ്പം ഏത് ടൈപ്പ് ഹീറ്റ് എഞ്ചിനാണ് വർക്ക് ചെയ്യാത്തത്, ഏത് ടൈപ്പ് ഹീറ്റ് എഞ്ചിനാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വയലേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടു. നൗ വി വിൽ മൂവ് ടു റെഫ്രിജറേറ്റർ.